Interpolation of unequal intervals. Interpolation is the process of finding unknown values of x for a given values. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഈക്വൽ ഇൻ്റർവെൽ ആവുന്ന കേസിൽ ഈക്വൽ ഇൻ്റർവെൽ ആവുമെന്ന് പറഞ്ഞാൽ ആ ഡിസ്റ്റൻസ് സെയിം ആവുന്നത്. ഇപ്പോൾ എക്സ് നോട്ട് പ്ലസ് എച്ച് എക്സ് നോട്ട് പ്ലസ് 2h ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ എക്സ് വാല്യൂസ് ഒരു സെയിം ഡിസ്റ്റൻസ് സെയിം വാല്യൂ ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്യും? ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഓർ ബാക്ക്വേർഡ് ഇൻ്റർപോളേഷൻ. ഇനി അങ്ങനെ ഈക്വൽ അല്ല, ജസ്റ്റ് എക്സ് നോട്ട് x1 x2 റാൻഡം ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഫോർ എക്സാമ്പിൾ 1 3 4 5 ഇവിടെ നോക്കൂ, ഡിസ്റ്റൻസ് 1 and 3 തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 ആണ്. 3 to 4 ഡിസ്റ്റൻസ് 1 ആണ്. 4 to 5 1 ആണ്. ഈക്വൽ അല്ല, ഇവിടെ ഈക്വലാണ് വരുന്നത്, പക്ഷെ കംപ്ലീറ്റ്ലി ഈക്വൽ അല്ലല്ലോ വരുന്നത്. അങ്ങനെയുള്ള കേസിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ. ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നു ഇക്വേഷൻ, ബട്ട് സിമ്പിൾ ആണ്. ഓക്കെ, സപ്പോസ് we have a function y equal to f of x with function values x0 y0 or function values y0 y1 etc yn at the points x0 x1 etc xn. കാര്യം മനസ്സിലായല്ലോ. Then the function value at a point x is given by y equal to f of x equal to this equation. ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? നിങ്ങളിപ്പോൾ x0 മുതൽ xn വരെയുള്ള വാല്യൂസ് ഉണ്ട്. x0 x1 എക്സെട്ര xn. ഓർക്കുക, x മൈനസ് x0 ഇൻറ്റു x മൈനസ് x1 ഇൻറ്റു x മൈനസ് x2 ഇൻറ്റു അപ് ടു x മൈനസ് xn. ആ ഒരു ടേം നോക്കുക. ഫസ്റ്റ് ടേം ചെയ്യുന്നത് ഈ x മൈനസ് x0 ഒഴിവാക്കും, ബാക്കിയൊക്കെ ചെയ്തു x മൈനസ് x1 ഇൻറ്റു x മൈനസ് x2 ഇൻറ്റു അപ് ടു x മൈനസ് xn വരെ വരും. ഇനി നേരെ ഡിനോമിനേറ്ററിൽ ഫസ്റ്റ് ടേം ആണ് ഞാൻ പറയുന്നത്. എക്സിന് പകരം x0 കൊടുക്കും. അപ്പോൾ x0 മൈനസ് x1 x0 മൈനസ് x2 എക്സെട്ര x0 മൈനസ് xn വരും ഇൻറ്റു y0. ഇനി അടുത്ത സെക്കൻഡ് ടേം പ്ലസ് ഉള്ള സെക്കൻഡ് ടേമിൽ ഏത് ഒഴിവാക്കും? x മൈനസ് x1 ഒഴിവാക്കുമ്പോൾ പിന്നെ ബാക്കി ഉണ്ടാവുക x മൈനസ് x0 ഇൻറ്റു x മൈനസ് x2 ഇൻറ്റു x മൈനസ് x3 ഇൻറ്റു അപ് ടു x മൈനസ് xn വരെ വരും. ഡിനോമിനേറ്ററിൽ വരും ഇൻറ്റു y1. ഡിനോമിനേറ്ററിൽ എക്സിന് പകരം x1 കൊടുക്കുക. ഫസ്റ്റ് ടേമിൽ എക്സിന് പകരം x0 കൊടുത്തു, സെക്കൻഡ് ടേമിൽ എക്സിന് പകരം x1, തേർഡ് ടേമിൽ എക്സിന് പകരം x2 കൊടുക്കും. ഇങ്ങനെ എഴുതി പോവുക. ആ ഒരു ഫ്ലോ മനസ്സിലാക്കുക, എങ്ങനെയാണ് ആ പാറ്റേൺ വരുന്നതെന്ന് നോക്കുക. സപ്പോസ് ഫസ്റ്റ് ടേമിൽ x മൈനസ് x0 ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഡിനോമിനേറ്ററിൽ എന്ത് വരും? x0 മൈനസ് x0 ദാറ്റ് ഇസ് 0. അതൊരു വാല്യൂ ഡിവൈഡഡ് ബൈ 0 വിച്ച് ഈസ് നോട്ട് ഡിഫൈൻഡ് അല്ലേ. 1/0 എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ആ ഒരു കേസ് വരില്ല. അതുകൊണ്ട് ഈ ഇക്വേഷൻ ഒന്ന് ലെങ്തി ആണ് കുറച്ച് ഇക്വേഷൻ. നിങ്ങൾ എക്സാമിന് ഈ ലെങ്തി ആയിട്ട് എഴുതണ്ട, തന്ന ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതിയാൽ മതി. ഇനി പ്രോബ്ലം വരുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഒരു ഈസി മെത്തേഡ് ഉണ്ട്. സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് ഇതുപോലെ ടേബിളർ ഫോമിലാക്കി നമുക്കതിനെ മാറ്റി എഴുതാൻ പറ്റും. ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടൂ. തന്നതിന് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ x0 x1 x2 x3 അങ്ങനെയാണല്ലോ വാല്യൂസ് വരുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം ഏതാ സ്റ്റാർട്ട് ചെയ്യുന്നത്? x0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് വാല്യൂസ് വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്താം, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. x2 വരെ ഉണ്ടെന്ന് അസ്യൂം ചെയ്യും. ഞാൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ കോളംസ് എക്സ് ഫസ്റ്റ് 1, പിന്നെ x0, പിന്നെ x1, പിന്നെ x2 ഇങ്ങനെ വരും. ആൻഡ് ഇതേപോലെ റോസിലും ഇതുപോലെ കോളം റോ ആയിട്ട് സെയിം സാധനങ്ങൾ ഇങ്ങനെ എഴുതും. ഇനി വരേണ്ടത് x ഇന്റർസെക്ട് ചെയ്യുന്നത് ഇവിടെ അല്ലേ, അത് ക്രോസ് ചെയ്യാം. x0 ഇന്റർസെക്ട് ചെയ്യുന്നത് അതും ക്രോസ് ചെയ്യാം. x1 ക്രോസ് ചെയ്യാം. x2 അപ്പോൾ ആ ഡയഗണൽ എലമെന്റ്സ് കംപ്ലീറ്റ് ക്രോസ് ചെയ്യാം. അത് നമ്മൾ നോക്കുന്നില്ല. ഇനി ഇവിടെ എഴുതേണ്ട ഫസ്റ്റ് വാല്യൂ വരുന്നത് x മൈനസ് x0 ഇവിടെ എഴുതും. ദാറ്റ് ഈസ് x മൈനസ് x0. ഇവിടെ x മൈനസ് x1 ഇവിടെ x മൈനസ് x2 മനസ്സിലായല്ലോ. ഇവിടെ എന്തായിരിക്കും? x0 മൈനസ് x. ഇവിടെ ഒന്നും എഴുതണ്ട, ഇവിടെ x0 മൈനസ് x1. അടുത്തത് x0 മൈനസ്
x2. സിമ്പിൾ ആണല്ലോ. ഇവിടെ എന്ത് വരും? x1 എന്ന് മൈനസ് ചെയ്യാം. x1 മൈനസ് എക്സ്, x1 മൈനസ് എക്സ് നോട്ട്, x1 മൈനസ് x2. ഇവിടെ x2 മൈനസ് എക്സ്, x2 മൈനസ് എക്സ് നോട്ട്, x2 മൈനസ് x1. ഇത്രയും വരും. ഇവിടെ x2 മൈനസ് x2 അതില്ല. ഇനി നിങ്ങൾ ഇത് അത് എഴുതണ്ടല്ല, ഒരു എക്സ്ട്രാ കോളം കൂടി ആഡ് ചെയ്യുക. ആ കോളത്തിൽ വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കോളത്തിൽ എക്സിന് നേരെ നിങ്ങൾ എഴുതുന്നത് പി ആണ്. പി ഈസ് ആക്ച്വലി എക്സിന്റെ റോന്റെ പ്രൊഡക്റ്റ്. എക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ടു. ഇനി സെക്കൻഡ് വൺ പി നോട്ട് എന്ന് പറയുന്നത് ആ റോന്റെ പ്രൊഡക്റ്റ്, അവിടെയുള്ള വാല്യൂസിന്റെ പ്രൊഡക്റ്റ് എക്സ് നോട്ട് മൈനസ് എക്സ് ഇൻറ്റു എക്സ് നോട്ട് മൈനസ് എക്സ് വൺ ഇൻറ്റു എക്സ് നോട്ട് മൈനസ് എക്സ് ടു. ഇനി പി വൺ തേർഡ് എലമെന്റിന്റെ പ്രൊഡക്റ്റ്, തേർഡ് എലമെന്റിന്റെ സെക്കൻഡ് എലമെന്റിന്റെ എക്സ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയുടെ പ്രൊഡക്റ്റ്. ഇത്രയും വരും. അതുപോലെ പി ഫസ്റ്റ് പി പിന്നെ പി നോട്ട്. ഫസ്റ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് എക്സ് നോട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഫസ്റ്റ് വാല്യൂ വരുമ്പോൾ പി എഴുതുക. ദെൻ ഈ ടേബിൾ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം? ഫംഗ്ഷന്റെ ഇക്വേഷൻ എഴുതാം. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് പി ഇൻറ്റു വൈ നോട്ട് ബൈ പി നോട്ട് പ്ലസ് y1 ബൈ p1 പ്ലസ് y2 ബൈ p2 മൈനസ് പി ഇൻറ്റു ഉണ്ട്. ഇങ്ങനെയുള്ള ഉപകാരം എന്ന് വെച്ചാൽ ഈ പി എന്ന് പറയുന്നത് എക്സ് മൈനസ് വൺ ഇൻറ്റു അങ്ങനെ വരും. ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഈ പീനെ പി ആയി തന്നെ കീപ്പ് ചെയ്തതിന് ശേഷം അതിനുശേഷം എന്ത് ചെയ്യുക? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ഒരു പോളിനോമിയൽ ആക്കുക. ലാസ്റ്റ് കേസിൽ മാത്രമേ നിങ്ങൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, ഒരു പ്രോബ്ലം വെച്ച് പറയാം. ഇതാണ് ക്വസ്റ്റ്യൻ. Find the parabola of the form y equal to ax square plus c bx plus c passing through the point, this point 0 0 1 0 2 0. അതായത് ഈ ഒരു ഫോർമാറ്റിലുള്ള ഒരു ഇക്വേഷൻ, ഒരു റിലേഷൻ കണ്ടുപിടിക്കണം. that passes through this point. 0 0 പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? when x equal to 0 y equal to 0. that means x naught is 0 and y naught is 0. അടുത്തത് when x equal to 1 then y equal to 1. that means when x1 equal to, or if x1 is 1 then y1 is 1. അടുത്തത് x2 equal to 2 y2 equal to 20. ഇത് ഓർത്ത് വെക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ജനറൽ ഇക്വേഷൻ എഴുതാം. നമുക്ക് ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പഠിപ്പിച്ച ഇക്വേഷൻ പറഞ്ഞ ഇക്വേഷൻ, അതായത് y equal to എഫ് ഓഫ് എക്സ്. എങ്ങനെ ഇക്വേഷൻ എഴുതുക? ഇവിടെ ടേംസ് വരിക എക്സ് മൈനസ് എക്സ് നോട്ട്, എക്സ് മൈനസ് എക്സ് വൺ, എക്സ് മൈനസ് എക്സ് ടു, അങ്ങനെയാണ് വരിക. ഫസ്റ്റ് ടേമിൽ നമ്മൾ ഏത് ഒഴിവാക്കും? എക്സ് മൈനസ് എക്സ് ത്രീ ഇല്ല, എക്സ് ത്രീ ടേം ഇല്ല, എക്സ് മൈനസ് എക്സ് നോട്ട് ഒഴിവാക്കും. അപ്പോൾ എക്സ് മൈനസ് എക്സ് വൺ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ടു ഡിവൈഡഡ് ബൈ എക്സ് നോട്ട് മൈനസ് എക്സ് വൺ ഇൻറ്റു എക്സ് നോട്ട് മൈനസ് എക്സ് ടു ഇൻറ്റു വൈ നോട്ട് പ്ലസ് അടുത്തതിൽ എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഓൺ എക്സ്ക്ലൂഡ് ചെയ്യും. നെക്സ്റ്റ് എക്സ് മൈനസ് എക്സ് ടു ഡിവൈഡഡ് ബൈ, ഇവിടെ എന്താ ചെയ്യേണ്ടത്? എക്സ് വൺ എന്നാ മൈനസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ടേം എക്സ് നോട്ട് എന്നാണ്. ഇവിടെ എക്സ് വൺ മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് വൺ മൈനസ് എക്സ് ടു ഇൻറ്റു വൈ വൺ പ്ലസ് തേർഡ് ടേം x minus x naught into x minus x1 into x minus x2 വരും divided by x2 minus x1 into x2 minus ഇവിടെ x2 minus x naught into x2 minus x1 into y2. ഇതാണ് വരിക. ഇത് നമ്മുടെ ഇക്വേഷൻ. എന്ത് ചെയ്യാം? നമുക്ക് അതിന്റെ ടേബിൾ ഫോമിലേക്ക് അതിന്റെ വാല്യൂസ് മാറ്റാം, ചെയ്യാം. ആദ്യം അതിന് എന്ത് വേണം? ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? വാല്യൂസ് കറക്റ്റ് ഓർഡറിൽ എഴുതണം. ഈ ഒരു ഇക്വേഷൻ എഴുതുക. അതിനുശേഷം 0 എന്താ പറയുക, കോളത്തില് എക്സ് 0 1 2 അങ്ങനെ എഴുതുക. അതേപോലെ റോ വൈസും അങ്ങനെ എഴുതുക. എക്സ് 0 1 2 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ ടേബിൾ വരിക. എക്സ് 0 1 2 വരും ഇവിടെ. അതേപോലെ ഇവിടെ എന്ത് വരും? എക്സ് 0 1 2.
ടേബിൾ ഇങ്ങനെ എഴുതിയതിന് ശേഷം ഏത് ക്ലോസ് ചെയ്യുക ഫസ്റ്റ്? ഇവിടെ എക്സ് എക്സ് 0 0 1 1 2 2 വരുന്നത്തില്ല. അതിനുശേഷം ഇവിടെ എന്ത് വരും? എക്സ് മൈനസ് 0 ദാറ്റ് ഈസ് എക്സ്, എക്സ് മൈനസ് 1, ഇത് എക്സ് മൈനസ് 2 അല്ലേ? ഇവിടെ 0 മൈനസ് എക്സ് വരും. ഇവിടെ 0 മൈനസ് 1 മൈനസ് 1, ഇവിടെ 0 മൈനസ് 2 മൈനസ് 2, ഇവിടെ 1 മൈനസ് എക്സ്, ഇവിടെ 1 മൈനസ് 0 1, 1 മൈനസ് 2 മൈനസ് 1, ഇവിടെ 2 മൈനസ് എക്സ്, ഇവിടെ എന്ത് വരും? 2, ഇവിടെ 1. ഓക്കെ, അതിനുശേഷം നമ്മുടെ y ഈക്വൽ ടു മൈനസ് പി ഇൻറ്റു വൈ നോട്ട് ബൈ പി നോട്ട് പ്ലസ് y1 ബൈ p1 പ്ലസ് y2 ബൈ p2.